நாங்க 4 பேரு. நாங்க கேரி நாங்க மேல போவா. അപ്പോൾ ഗൈസ് കണ്ടോ ഈ മനോഹരமான കാഴ്ച കാണുമ്പോഴാണെങ്കിൽ എനിക്കാണ് അന്തം വിട്ടു പോയി നിന്നായിരുന്നു ഒരു 2 നിമിഷം. പിന്നെയും സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. എത്ര മാത്രം ഭംഗി ഗൈസ്. അമ്മ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അമ്മക്കിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറഞ്ഞ് പിന്നെ അമ്മയ്ക്കും ചാച്ചനക്കും ഇന്ത്യക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കണം. അതാ എന്നോട് മെയിൻ. അപ്പം എല്ലാവരും കൈയഴിക്കുക, സന്തോഷിക്കുക. ഇതിൻ്റെ ബോട്ടിൽ 2 ഇതുണ്ട്, താഴെയുണ്ട് മേലെയുണ്ട്. മേലേക്ക് 500 ടിക്കറ്റ്, താഴേക്ക് ആണെങ്കിൽ 400 ഉള്ളൂ. അപ്പോൾ അമ്മ ആണെങ്കിൽ ഇങ്ങനെ നോക്കുക. ഈ ഫ്രണ്ട്സോടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ ഫ്രണ്ടും നാനും അമ്മയും ചാച്ചനാണ് വന്നത്. ആലപ്പുഴയിൽ വള്ളംകളി വെക്കരുത് സമയത്തിൽ ഇവിടെ ഇരുന്നാണ് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുവേൻ ചാച്ചനാണ് പറഞ്ഞത്. ഈ വള്ളത്തിലാണെങ്കിൽ 90 പേര് യാത്ര ചെയ്യുവാണ്. 90 പേര് പറഞ്ഞാൽ എത്രമാത്രം വലിയ ബോട്ടാ ഗൈസ്. உங்களுக்கு ഊഹം വെക്കാൻ പറ്റുമോ? ഭയങ്കര വലിയ ബോട്ടാണ്. ഏറ്റവും ദൃശ്യമനോഹരമായ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത് കൊടുക്കുവാണെങ്കിൽ. കാഴ്ചകളോട് പോകണം. ജസ്റ്റ് ഞാൻ പറയുന്ന ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആഭാലവൃതം ജനങ്ങളും ഒഴുകിയെത്തുന്ന ഒരു കായലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയും ചാച്ചനും ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര എൻജോയ്മെന്റ്. ഇവിടെ കുറച്ച് ചൂടുള്ള കാരണം അമ്മയും ചാച്ചനും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഇത് കണ്ടോ, ഇതെല്ലാം ഹൗസിംഗ് ബോട്ടാ. ഇത് എന്നോട് ജീവിതത്തിൽ ആദ്യമായിട്ട് താങ്ക് യു. അപ്പൊ ഇന്ന സമയത്തിൽ എനിക്കൊരു ന്യൂ സബ്സ്ക്രൈബർ കിട്ടി. അപ്പോൾ ഗൈസ് എന്നോട് ഫ്രണ്ട് പറഞ്ഞ് വാ ചേച്ചി ഞാൻ പോയിട്ടൊരു സ്ഥലം കാണിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കണ്ടോ താഴെ സെക്ഷനിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അയ്യോ ഇത് കണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഞാൻ എന്നോട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൽ ഇങ്ങനെ ഈ ഡ്രൈവർ സാറുള്ള സ്ഥലത്തിൽ ഇങ്ങനെ വന്നത്. എനിക്ക് പറഞ്ഞാൽ ഇത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഗൈസ് ആലപ്പുഴയിൽ നിൽക്കരുത്, കുട്ടനാട്ടിൽ നിൽക്കരുത് ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുവേൻ. എന്താ പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് താഴെ ആണെങ്കിൽ ടിക്കറ്റിക്ക് 400 രൂപ, മേലാണെങ്കിൽ ടിക്കറ്റിക്ക് 500 രൂപ. പിന്നെ ഫുഡ് ഞാനും അമ്മയും ചാച്ചനും നമുക്ക് 3 പേർക്കും വീട്ടിലിരുന്ന് ഞങ്ങൾ ബസ്സിലാണ് പോയത്. വീട്ടിലിരുന്ന് പോയിട്ട് ഫുഡുക്കും ടിക്കറ്റുക്കും എല്ലാ കാര്യത്തിനും 880 രൂപ പോയതേ ഉള്ളൂ ഒരു ആൾക്ക്. അപ്പോൾ 880 രൂപയ്ക്ക് എത്ര മാത്രം സന്തോഷിക്കാൻ പറ്റും. ഇതാണ് ഗൈസ്, എല്ലാ ബസ്സിനും ഫുട്ബോർഡ് ഉണ്ടല്ലോ, അതുപോലെ വള്ളത്തിൻ്റെ ഫുട്ബോർഡാണ് ഇത്. ഫുട്ബോർഡിലാണ് ഞാൻ നിൽക്കുവേ. കണ്ടോ, ഫോൺ പോയാൽ പോവും. കണ്ടോ കുറേ ഹൗസിംഗ് ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാനൊരു സമോസയും കളിച്ചിട്ട് അമ്മയ്ക്കും ചാച്ചനുക്കും ഉണ്ണിയാപ്പമാണ് മേടിച്ചത്. പിന്നെ ചായയും മേടിച്ച് ഉളുന്തുവടയും മേടിച്ചത് നമ്മളോട് ഫ്രണ്ടിക്കാണ്. അതും കൊണ്ട് നാങ്ക ഇപ്പം മേലേക്ക് പോവാണ്. അപ്പം അമ്മയ്ക്കും ചാച്ചനുക്കും ചായയും കൊണ്ടു നാങ്ക മേലെ പോവാണ്. ഇനി എല്ലാവരും ഒന്ന് വലതു ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്കിപ്പോ ഒരു കെട്ടിട സമുച്ചയം കാണാം. അതാണ് സായി എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ജലകായിക പരിശീലന കേന്ദ്രമാണ് ഈ കാണപ്പെടുന്ന കെട്ടിട സമുച്ചയങ്ങൾ. അതോടൊപ്പം ഇവിടെ പരിശീലിപ്പിച്ചു പോകുന്നത് കനോയിങ്, കയാക്കിംഗ്, റോവിംഗ് എന്നീ ജലകായിക ഇനങ്ങളാണ്. കൂടാതെ നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പോലും സ്വർണ്ണ മെഡൽ നയിക്കുന്ന നമ്മുടെ ആ കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലകായിക പരിശീലന കേന്ദ്രം കൂടിയാണ് ഈ കാണപ്പെടുന്നത്. അതോടൊപ്പം ഈ പരിശീലന കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെയും അതുപോലെ മത്സ്യബന്ധന തൊഴിലാളികളുടെയൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ കര, വ്യോമ, നാവിക സേനകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇപ്പോൾ ജോലി അലങ്കരിക്കുന്നുണ്ട്. ഇവർ ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച് ആ കനോയിങ്, കയാക്കിംഗ്, റോവിംഗ് എന്നീ ഇനങ്ങളിൽ സ്വർണ്ണമെഡൽ വാങ്ങിച്ചതിന്റെ ഭാഗമായി ഇങ്ങനെ ജില്ലകളിലായിട്ടാണ് ഈ കായൽ ചുറ്റപ്പറ്റി കിടക്കുന്നത്. 2033 ചതുരശ്ര കിലോമീറ്ററാണ് വേമ്പനാട് കായലിന്റെ ആകെ വിസ്തീർണമെങ്കിൽ വേമ്പനാട് കായലിന്റെ ആകെ നീളം 96.5
കിലോമീറ്ററുമാണ്. അതോടൊപ്പം വലതു ഭാഗത്തെങ്കിലും ശ്രദ്ധിച്ച് ഗൈസ്, ഇത് ഒരു വലിയ കായലാണ്. ഇത് ആണെങ്കിൽ തമിഴ്നാട്ടിൽ ഇരുന്ന് വന്നിട്ട് ഇരിക്ക് വലിയ കായലിലും വന്നിട്ട് ആൾക്കാർ മീൻ പിടിക്കുവാണ്. ഈ അമ്മയ്ക്കും ചാച്ചനുക്കും വലുതായിട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം അമ്മയ്ക്കും ഇൻ്റെക്ക് നാങ്ക ഗിഫ്റ്റ് കൊടുത്ത ഫോണ് വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയ്ക്ക് വലിയ ഫോൺ ഇല്ലായിരുന്നു. അപ്പോൾ ഇൻ്റെക്ക് അമ്മയും ചാച്ചനും ആണെങ്കിൽ അവങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചാപ്റ്ററാ, മീനിങ് അത് പറയാൻ അറിയില്ല. ഇവங்க രണ്ടുപേരും ഇൻ്റെക്ക് ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷിക്കും. അത് அவங்க അമ്മയും ചാച്ചനെയും കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോൾ ரொம்ப ഹാപ്പിയാണ്. ഞാൻ இந்த എടുത്ത തീരുമാനം இந்த ബോട്ടിങ് വരോനും അങ്ങനെ എടുത്തൊരു തീരുമാനത്തിക്ക് ഞാൻ വലിയ ഹാപ്പിയാണ്. താങ്ക് യു ബിജിത്ത്. ഇത് എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ബിജിത്തിക്കിട്ട് ചോദിച്ചു അമ്മയും ചാച്ചനെയും എവിടെ സാരി കൊണ്ടുപോകണം അങ്ങനെ ഫ്രണ്ട്സിക്കിട്ട് ചോദിച്ചപ്പുറം ബിജിത്ത് പറഞ്ഞ് ചേച്ചി ബോട്ടിങ് കൊണ്ടുപോവാം അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞ ജഡായി പാറ പോയാലോ, പിന്നെ പറഞ്ഞ ജഡായി പാറ പോയാൽ അമ്മയ്ക്കും ചാച്ചനുക്കും ക്ഷീണാവും, ഇങ്ങനെ ബോട്ടിങ് പോയാൽ അവങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് ഇരിക്കും അങ്ങനെ പറഞ്ഞ്. ശരിക്കും എന്നോട് ഫ്രണ്ട് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഇതിലൊരു വലിയ താങ്ക് യു പോകുവാൻ ഈ പയ്യനുക്കാണ്. താങ്ക് യു ബിജിത്ത്, താങ്ക് യു സോ മച്ച്. സന്തോഷിക്കുക. ഇതിക്കാണ് ഗൈസ് സന്തോഷം പറയത്. 4 ദിവസം ജീവിതമേ ഉള്ളൂ. സന്തോഷി അടിച്ചു പൊളിച്ച് നടക്കുക. കേട്ടുകൊള്ളണു. അപ്പോൾ ഗൈസ് ഇന്നേക്ക് അമ്മയുടെയും ചാച്ചയുടെയും വെഡിങ് ആനിവേഴ്സറിക്കും ഈ തമിഴ്നാട്ടിലിരുന്ന് വന്ന് ഈ പയ്യനില്ലേ ചാച്ചൻകിട്ട് നിൽക്കുന്നത് ഈ പയ്യന് അവളോട് ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവരും നമ്മളോട് ബോട്ടിലിരിക്കുക എല്ലാവരും കൈയടിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേയും പറഞ്ഞിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും പറഞ്ഞിട്ട് വിഷ് ചെയ്തുമായിരുന്നു. അതൊക്കെ കണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, എല്ലാവരുടെയും ഫേസിലാണെങ്കിൽ ഭയങ്കര പുഞ്ചിരിയുണ്ട്. സന്തോഷിക്കാൻ വേണ്ടി ഒരു വയസ്സ് പറഞ്ഞൊരു ലിമിറ്റ് ഇല്ല. കണ്ടോ, കണ്ടോ എന്നോട് അച്ഛനോട് അപ്പുറത്ത് ഒരു അമ്മച്ചിയും ഒരു അപ്പച്ചനും ഉണ്ടല്ലോ. കണ്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ആ അമ്മച്ചിയും ആ അപ്പച്ചനും എല്ലാം ഫാമിലിയോടെയാണ് വന്നിട്ടിരിക്കുക. ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി വരുത് എല്ലാവരും ഫാമിലിയോടെയാണ് വരുന്നത്. ഒരു പാട്ട് നമുക്ക് പഠിക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഈ സമയമാണെങ്കിൽ ബോട്ടിലിരിക്കുക എല്ലാവരും ഡാൻസ് കളിക്കുമായിരുന്നു. ബോട്ടിലിരിക്കുക എല്ലാവരും അമ്മച്ചി വരും കേട്ടോ. എന്നോട് ഫ്രണ്ടോട് ആണെങ്കിൽ അതാ അമ്മച്ചി ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുവാണ്. എനിക്കും വാങ്ങോ അങ്ങനെ പറഞ്ഞൊക്കെ വിളിച്ചായിരുന്നു. പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷേ അമ്മയും ചാച്ചനും പറഞ്ഞ് പൊക്കളാൻ പറഞ്ഞ് ആണെങ്കിലും ഞാൻ പോയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ആണെങ്കിൽ എനിക്കും പോകാൻ വേണ്ടി മനസ്സ് വന്ന് അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുമല്ലേ. കണ്ടു അമ്മച്ചിയുടെ ഡാൻസ് കണ്ടു. അപ്പച്ചന്മാരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഡാൻസ്. എനിക്കാണെങ്കിൽ ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല അമ്മയും അച്ഛനും കിട്ടുവേ.
കിട്ടിയിട്ടുള്ളത്. അത് കാരണം എനിക്കിങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി അമ്മയും അച്ഛനും വിട്ടല്ലോ. അപ്പോൾ ദൈവത്തിക്ക് ரொம்ப താങ്ക് യു, എത്ര നല്ല അമ്മ അച്ഛൻ എനിക്ക് കൊടുത്തതുക്ക്. ഇത് ഒരു ദ്വീപാണ്. ദ്വീപിന്റെ പേരെന്തുവാ? പാതിര മണല്. പാതിര മണല് പറഞ്ഞ ഒരു ദ്വീപമുണ്ട്. അന്ത ദ്വീപത്തില് ഒരു 18 വർഷം മുൻപ് ഇവിടെ ആൾക്കാര് ഫാമിലീസ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആണെങ്കിലും ഇപ്പൊ ഇല്ല. ഈ ദ്വീപാണെങ്കിൽ ആരും ഉണ്ടാക്കിയത് ഇല്ല. ഇത് സ്വന്തമായിട്ട് വന്നതാണ്. ഇത് ആരും ഉണ്ടാക്കിയ ദ്വീപൊണ്ടും ഇല്ല. அப்போ இந்த தீபில் நாங்கள் இப்போ போயிட்டு நடக்காம போவா, കറങ്ങാൻ പോവാ, പാർക്കിൽ എൻജോയ് ചെയ്യാൻ പോവാ, കളിക്കാൻ പോവാ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, അമ്മയും അച്ഛനും വീട്ടിലിരുന്ന് ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പട്ട പാട്. ഞാൻ വരാൻ പറഞ്ഞ് ഇല്ല നാങ്ക വരതില്ലൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഒത്തിരി പോസ്റ്റ് ചെയ്തിട്ടാണ് എന്നോട് അമ്മയും അച്ഛനും കൊണ്ടുവന്നത്. അപ്പോൾ വന്ന ശേഷം 2 പേരും ഭയങ്കര ഹാപ്പിയായി. ഇപ്പം ഞങ്ങൾ ഇവിടെ നടക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ അടുത്ത വീഡിയോ ഞാൻ എത്രയോ പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പോൾ എത്ര സമയം എന്നോട് നിന്നേക്ക് എല്ലാവർക്കും ரொம்ப നന്ദി. ബൈ ബൈ.